ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ആശ്വാസമുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ഇത് റേഞ്ചിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റെല്ലാം കട്ട് ചെയ്തേക്കുന്നുണ്ട്, ഇത് വിളിക്കാൻ പറ്റത്തില്ലാതെ വന്നു. ഇറാനിലെ മർച്ചന്റ് നേവിയിൽ ഇന്റേൺഷിപ്പിന് പോയ ജെറിൻ എന്ന യുവാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കട്ടപ്പന സ്വദേശിയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ജെറിൻ കുടുംബവുമായി സംസാരിച്ചിരിക്കുകയാണ്. അതിനൊരു ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. ഇപ്പോൾ ജെറിൻ്റെ മാതാപിതാക്കളാണ് നമ്മളോട് ചേരുന്നത്. എന്താ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ? ഇത് പറഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു, ഭയപ്പെടേണ്ട, കുഴപ്പമില്ല. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്ന മുറയ്ക്ക് വരാൻ ശ്രമിക്കണം എന്ന്. റേഞ്ചൊന്നും ഇല്ലാത്തതിൻ്റെയാണ് പ്രശ്നം. ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വിളിക്കാൻ കഴിയാതിരുന്നത് എന്നാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അന്നുണ്ടായിരുന്ന അതേ അതിൽ തന്നെയാണോ? അവിടെ തന്നെ ഇത് ഷിപ്പിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ആശ്വാസമല്ലേ വിളിച്ചപ്പോൾ? ആശ്വാസമായിരുന്നു. എത്ര ദിവസത്തിന് ശേഷം? 1 മാസമൊക്കെ കഴിഞ്ഞിട്ടില്ലേ? 34 ദിവസത്തിന് ശേഷമാണ് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ആശ്വാസമുണ്ട്. അമ്മയുടെ മുഖത്തും ആ ഒരു ആശ്വാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരു 30 ദിവസത്തിന് ശേഷമാണല്ലേ അമ്മ വിളിക്കുന്നവൻ? അതെ അതെ, ഇത് അവൻ്റെ കോളിലല്ല വിളിച്ചേ, ഇത് പെരിയാറ്റിലുള്ള വേറൊരു ഒരു കുട്ടിയാണ് വിളിച്ചത്. എന്നിട്ട് കൊച്ചിൻ്റെ ഫോൺ ഇങ്ങനെ കണക്ട് ചെയ്യായിരുന്നു, അങ്ങനെയാണ് വിളിച്ചത്. എന്നിട്ട് പറയാൻ സാധിക്കുന്നില്ല, കാരണം റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അവർക്ക് ഇത് റേഞ്ചിൻ്റെ വിഷയമുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റെല്ലാം കട്ട് ചെയ്തേക്കുന്നുണ്ട്, ഇത് വിളിക്കാൻ പറ്റത്തില്ലാതെ വന്നു. അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ ഈ വാർത്ത കണ്ടോണ്ടെങ്ങാണ്ട കൊച്ചു വിളിച്ചതാണ്. എന്തായാലും സന്തോഷമല്ലേ അമ്മ? സന്തോഷമാണ്. എന്താണെങ്കിലും ജെറിനെ നാട്ടിലെത്തിക്കാനും ജെറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉൾപ്പെടെ നടന്നിരുന്നു. എന്താണെങ്കിലും വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ സുരക്ഷിതമാണെന്ന ആ ഒരു വാക്ക് ജെറിൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടു. അതിലൊരു ആശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.